41 വർഷത്തെ സ്തുത്യർഹമായ രാജ്യസേവനത്തിന് ശേഷം ജന്മനാട്ടിൽ മടങ്ങിയെത്തിയ സൈനികനായ ഉദയകുമാറിന് സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ആദരവ് നൽകി. കൃഷ്ണപുരം കാപ്പിലുള്ള വീട്ടിലെത്തിയാണ് പൊന്നാടയും മെമ്മന്റോയും നൽകി ആദരിച്ചത്. സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് 41 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം ജന്മനാട്ടിൽ മടങ്ങിയെത്തിയ നായിബ് സുബേദാർ ഉദയകുമാറിന് കൃഷ്ണപുരം കാപ്പിലുള്ള വസതിയിൽ വെച്ച് ആദരവ് നൽകി. പൊന്നാട അണിയിച്ചും മൊമന്റോ നൽകിയുമാണ് ആദരിച്ചത്. വാതിലിന് മുന്നിലെത്തി നിൽക്കുമ്പോഴാണ് ഒരു സൈനികനെ രാഷ്ട്രം ഓർക്കുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം. രാജ്യമെമ്പാടും രാജ്യത്തിനെതിരെ വിഘടനവാദികളും ശത്രു രാജ്യങ്ങളും നമ്മുടെ രാജ്യത്തിനെ തകർക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഹീനമായ മാർഗങ്ങൾക്ക് ഭാരതീയ സൈന്യം ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 22-ാം തീയതി പഹൽഗാമിൽ നമ്മുടെ നിരായുധരായ സാധാരണ മനുഷ്യരെ 22 പേരെയാണ് കാരപുരിക്ക് അയച്ചത്. വിഘടനവാദികൾ, തീവ്രവാദികൾ, ആതങ്കവാദികൾ. അതിന് 16-ാമത്തെ ദിവസം പാകിസ്ഥാനിലെ 21 തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഭാരതം ലക്ഷ്യം വെച്ചത്. അതിൽ 9 തീവ്രവാദ കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം 23 മിനിറ്റിനുള്ളിൽ ആക്രമണം നടത്തിയത്. സംഘടനയുടെ രക്ഷാധികാരി മനോജ് കരിമുളക്കലിന്റെ നേതൃത്വത്തിൽ SOEV അംഗങ്ങളായ സജിത്ത്, ബിജു, ശ്രീലാൽ, വർഗീസ്, അനിൽകുമാർ, ബിജു യശോധരൻ, സജയരാജ്, ബാബു ദേവരാജൻ, മനീഷ്, സുനീർ, മനോജ്, മോഹൻകുമാർ, രാഹുൽ, ഹരികുമാർ, മനോജ് കുമാർ, സന്തോഷ് കുമാർ, ബിജു, പ്രദീപ്, ജയൻ, വേണുഗോപാൽ, രതീഷ് കുമാർ, മനോജ് നായർ, ബിജുകുമാർ, രത്നാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.